നമസ്കാരം. ആത്മവിശ്വാസമില്ലാതെ വിജയത്തിന്റെ പാതയിലേക്ക് ഒരിക്കലും നീങ്ങാൻ കഴിയില്ല. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. നിത്യ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നിത്യയ്ക്ക് ജീവന. കുഞ്ഞിലെ മുതൽ തന്നെ ഡാൻസ് പഠിക്കുന്നുമുണ്ട്. എന്നാൽ മോളെ ഒരു ഡാൻസ് കാണിച്ചു തന്നേ, ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും മൂലയിൽ പതുങ്ങി ഒളിച്ചു നിൽക്കുന്ന നിത്യയെ കാണാം. സ്കൂളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പേര് നൽകും. എന്നാൽ മത്സര ദിവസം സ്കൂളിന്റെ പരിസരത്ത് പോലും ആളിനെ കാണില്ല. നിത്യ എവിടെയായിരുന്നു വാർഷികാഘോഷ ദിനത്തില്? അത് ടീച്ചറെ, പനിയായിരുന്നു. 2 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതല്ലേ, കൃത്യം ആ ദിവസം മാത്രം നിനക്ക് പനി വരുന്നത്? നിത്യ ടീച്ചറിന്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞു തന്നെ നിന്നു. സ്റ്റേജിൽ കയറാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിലും സ്വപ്നം കാണാനും ഭാവനാലോകത്ത് നടക്കാനും മിടുക്കിയാണ് നിത്യക്കുട്ടി. നിത്യ എന്നും ഭാവന കാണുന്ന ഒരു കാര്യമുണ്ട്. ആനുവൽ ഡേ ഫംഗ്ഷൻ നിത്യയുടെ പേര് വിളിക്കുന്നു. നാടോടി നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം വളരെ ഭംഗിയായി നൃത്തം ചെയ്യുന്നു. ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ടീച്ചർമാർ പുകഴ്ത്തുന്നു. ഇതൊക്കെയാണ് സ്ഥിരം ഭാവന കാണാറ്. ഭാവന കണ്ട് അതോർത്ത് സന്തോഷിക്കുക എന്നല്ലാതെ ഈ ഭാവന യാഥാർത്ഥ്യമാക്കാൻ നിത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രയത്നവും ഉണ്ടായിട്ടില്ല. നന്നായി നൃത്തം ചെയ്യും, സ്റ്റേജിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കളിക്കാൻ പേടി, ആത്മവിശ്വാസമില്ലായ്മ. അങ്ങനെ ഇരിക്കെയാണ് നിത്യയുടെ സ്കൂളിൽ പുതിയ നൃത്ത അധ്യാപിക വരുന്നത്. നിത്യയുടെ വീടിന്റെ തൊട്ടടുത്താണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഒരു ദിവസം നിത്യ ടെറസിൽ നൃത്തം ചെയ്യുന്നത് ടീച്ചർ കാണാനിടയായി. ആ ഇടെയാണ് യുവജനോത്സവം തുടങ്ങുന്നത്. ടീച്ചർ നിത്യയുടെ ഡാൻസ് നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ അവളുടെ പേര് നാടോടി നൃത്തത്തിന് ചേർത്തു. ആ കുട്ടിയെ പ്രതീക്ഷിക്കേണ്ട, അതിന് അന്നേ ദിവസം പനി പിടിക്കും, നിത്യയുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു. അതെന്താ? അതിന് സ്റ്റേജിൽ കളിക്കാൻ പേടിയാണെന്നാ തോന്നുന്നേ. ഓ, അപ്പൊ അതാണ് കാര്യം. ഡാൻസ് ടീച്ചർ നിത്യയെ ഒരിക്കൽ അടുത്തു വിളിച്ചു. നിത്യ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ അതിശയിച്ചു പോയി. ഞാനെങ്ങനെ കണ്ടു എന്നാണോ ചിന്തിക്കുന്നത്? ടെറസിൽ എന്നും കളിക്കുന്നത് ഞാൻ കാണാറുണ്ട്. മോള് നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. നിത്യ പുഞ്ചിരിച്ചു. അങ്ങനെ ടീച്ചറും കുട്ടിയും കൂട്ടായി. ഒരു ദിവസം ടീച്ചർ സ്കൂളിൽ വെച്ച് വിളിപ്പിച്ചു. മോളെ, നീ എനിക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു തരുമോ? അവള് ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല. പ്ലീസ്. അവള് മൂളി. നിത്യ ഡാൻസ് കളിക്കാൻ തുടങ്ങി. വളരെ മനോഹരം. മുദ്രകൾ, ശരീര ചലനങ്ങൾ എല്ലാം പെർഫെക്റ്റ്. പാട്ട് അവസാനിച്ചു. കയ്യടികൾ. അത് കേട്ട് നിത്യ ഒന്ന് ഞെട്ടി. അവളുടെ കൂട്ടുകാരും ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാം ഉണ്ടായിരുന്നു. എക്സലന്റ് നിത്യ, അവർ പറഞ്ഞു. അവൾക്കത് സ്വപ്നമാണെന്ന് പോലും തോന്നിപ്പോയി. എല്ലാവരും തന്റെ നൃത്തം കണ്ട് കൈയടിക്കുന്നു. അവൾക്ക് ആഹ്ലാദം തോന്നി. പക്ഷേ ഞാൻ ഡാൻസ് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അവള് ചിന്തിച്ചു. ഇതെല്ലാം ടീച്ചറിന്റെ പണിയാണ്, ഞങ്ങളെ ഒളിച്ചു നിൽക്കാൻ ടീച്ചറാ പറഞ്ഞത്. അത് നന്നായി, അല്ലെങ്കിൽ ഇത്രയും നല്ല നൃത്തം കാണാൻ കഴിയുമായിരുന്നു. എല്ലാവരുടെയും പ്രശംസ പതുക്കെ നിത്യയിൽ ആത്മവിശ്വാസം ഉണർത്തി. പിന്നെ സ്കൂളിൽ എന്നും നിത്യയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിന് 1ാം സമ്മാനം നേടി നിത്യ സ്കൂളിന് അഭിമാനമായി. ആത്മവിശ്വാസമാണ് മനുഷ്യന് വേണ്ടത്. എന്നാലേ ജയിക്കാൻ കഴിയൂ. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. ശുഭദിനം.